നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കരൾ രോഗത്തിന് ആയുർവേദത്തിലെ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ കോഴിക്കോട് ബ്രാഞ്ച് മാനേജറും സീനിയർ ഫിസിഷ്യനുമായ ഡോക്ടർ കെ.വി. സുരേഷ് വാര്യർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ കരൾ അഥവാ കരൾ രോഗങ്ങളെക്കുറിച്ച് ആയുർവേദത്തിൽ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? കരൾ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരവയവമായിട്ടാണ് പറയുന്നത്. യകൃത്ത് എന്നാണ് ആയുർവേദത്തിൽ കരളിനെ വിവക്ഷിക്കുന്നത്. യകൃത്ത് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ വേണ്ട രീതിയിൽ സംയമനം ചെയ്യുന്നത് എന്നതാണ്. പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം അഗ്നിയെ ആശ്രയിച്ചാണ് ഈ ജീവസന്ധാരണ പ്രവർത്തനങ്ങൾ ആയുർവേദത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിന് യകൃത്ത്, അഗ്നിയാശയം, ആമാശയം എന്നീ മാർഗങ്ങളിലാണ് ഈ അഗ്നി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ യകൃത്ത് ജീവസന്ധാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കുന്നത്. ഋഗ്വേദങ്ങളിലൊക്കെ ഈ യകൃത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കരൾ രോഗങ്ങൾക്ക് കൂടുതലായി കണ്ടുവരുന്ന കാരണം എന്തൊക്കെയാണ്? ഇന്നത്തെ ജീവിത രീതി ഒരു കാരണമായിട്ട് പറയാം. പിന്നെ ഇന്നത്തെ വ്യായാമമില്ലാത്ത ഈ ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുക, വറുത്ത് പൊരിച്ചായിട്ടുള്ള ആഹാര സാധനങ്ങൾ, അതിൻ്റെ ഉപയോഗം, പിന്നെ തിളപ്പിക്കാത്ത വെള്ളം, മലിനമായിട്ടുള്ള ആഹാരം, മലിനജലം, പിന്നെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ മദ്യപാനം ഇല്ലാതെയും കരൾ രോഗങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മദ്യപാനം ലിവർ സെൽസിനെ നശിപ്പിച്ച് അതിൻ്റെ ഘടനയിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 സാറേ, ഞാൻ കാലടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ബൈജു എന്ന് പറയും. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഞാൻ 3 വർഷമായിട്ട് കരളിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്തത്? അവർ എന്ത് സൂക്കേടാണ്? ലിവറിൻ്റെ ഫാറ്റി ലിവർ ആണോ? അങ്ങനെയുള്ള പേരും പറഞ്ഞു. ഫാറ്റി ലിവർ, മഞ്ഞപ്പിത്തം, പ്ലേറ്റേറ്റ് കയറുന്നില്ല. എന്താണ്? പ്ലേറ്റേറ്റ് കയറുന്നില്ല. പ്ലേറ്റ്ലെറ്റ് കയറുന്നില്ല അല്ലേ? എന്ത് ചെയ്ത പ്ലേറ്റേറ്റ് കയറൂല. ഈ അസുഖം വന്ന പിന്നെ 1 ലക്ഷം ആയിരുന്നു, പിന്നെ വീണ്ടും 30,000-40,000 ഇന്ന് ഒട്ടും കയറുന്നില്ല. അപ്പോൾ ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. ആയുർവേദത്തിൽ കൂടുതലും പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള ചികിത്സയാണ് ആയുർവേദത്തിൽ ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫാറ്റി ലിവറിൽ നമ്മൾ കൂടുതൽ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നത് ഉത്തമമാണ്. ഈ ജങ്ക് ഫുഡ്സ്. ഞാൻ 3 വർഷമായിട്ട് ഇറച്ചിയൊന്നും കഴിക്കാറില്ല, മീൻ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്, നടക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഉപ്പ് കുറയ്ക്കുക, ഈ അച്ചാറുകൾ, അങ്ങനെയുള്ള ഭക്ഷണ രീതിയിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഫാറ്റി ലിവറിന് കുറേ അധികം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ആയുർവേദ സംബന്ധമായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അതൊരു വൈദ്യനെ കണ്ട്, വൈദ്യനിർദ്ദേശപ്രകാരം നേരിൽ കണ്ട്. വേറെ സംശയം കൂടി ഉണ്ട്. ഈ മുഖം എൻ്റെ എപ്പോഴും കരിവാളിച്ചോണം ഇരിക്കുള്ളൂ, ഉറക്കം ശരിയാവാനുള്ള, ഷുഗർ കൂടുന്നു. അത് ഈ ഇതിൽ വരുന്നൊരു കണ്ടീഷനാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ലിവർ ഡിസീസ് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ഉൽപാദനത്തിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഷുഗറിന് ഇൻസുലിൻ ഉപയോഗിക്കണം. ഈ മുഖത്തിൻ്റെ കരിവാളിപ്പോൾ അതിൻ്റെ ലക്ഷണമാണ്, ലിവർ ഡിസീസിൽ പറയുന്ന ലക്ഷണത്തിൽ പെട്ടതാണ്. അപ്പോൾ അത് ഈ രോഗത്തിൻ്റെ തീവ്രത കുറയുന്നതിനനുസരിച്ച് അതിലൊക്കെ വ്യത്യാസം വരും. രക്തക്കമ്മി ഉണ്ടാവും. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ രക്തം ഉണ്ടാവാനുള്ള മരുന്നുകൾ കഴിക്കണം. അപ്പോൾ അതൊരു വൈദ്യൻ്റെ നിർദ്ദേശത്തിൽ കഴിക്കുന്നതായിരിക്കും നന്നായി. ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ വ്യായാമം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചോളൂ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഉപ്പ് കഴിയുന്നതും കുറയ്ക്കുക, എണ്ണമെഴുക്കുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, നടക്കുക, ഇത്തരത്തിലൊക്കെ പൊതുവായിട്ട് ചെയ്യുക. പിന്നെ ഒരു വൈദ്യനെ കണ്ടിട്ട് വൈദ്യ നിർദ്ദേശം സ്വീകരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടിയുണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. കൂടുതൽ പ്രവൃത്തി എടുക്കുമ്പോൾ കരളിന് വേദന വരും. ഈ മത്സ്യം മാംസം കൂട്ടിയിട്ട് വരുന്നതിന് ഒരു സംശയം. പൊതുവേ ഈ ദഹനരസങ്ങൾ കരളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കരളിൻ്റെ പ്രവർത്തനത്തിൽ വൈകല്യം വന്നാൽ ദഹനം തകരാറാവും. അപ്പോൾ ദഹനരസം ശരിക്കും ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ദഹനം തകരാറാവുമല്ലോ. അങ്ങനെ ഒരു കണ്ടീഷൻ കരൾ രോഗങ്ങളിൽ വരാറുണ്ട്. പിന്നെ കരൾ രോഗങ്ങൾ ഉള്ള ഒരാൾ കഴിയുന്നതും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക,
5 മിനിറ്റെങ്കിലും വെള്ളം അതിനെ കുടിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ട് ഓ തലശ്ശേരി ഡോക്ടർ പറഞ്ഞിട്ട് അതാ കൂടി കഴിക്കുന്നത്. ചൂടുള്ള ഭക്ഷണം കഴിക്കുക. അതിനങ്ങനെ. പിന്നെ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. പച്ചക്കറികൾ, ജലാംശമുള്ള പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. ഈ കക്കരി, വെള്ളരി, പടവലം, അതെ, ഉള്ളി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, എങ്ങനെയുള്ള ഭക്ഷണക്രമമാണ് കരളിന് ഏറ്റവും നല്ലത്? കരളിന് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരക്രമമാണ് ആയുർവേദത്തിൽ അനുശാസിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡ്സ്, അതായത് ഈ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ്, അപ്പോൾ അതിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ കളർ, ഫ്ലേവർ അങ്ങനെ ചേർത്തിട്ട് പ്രിസർവേറ്റീവ്സ്, ഇപ്പോൾ പിക്കിൾസിലൊക്കെ ആണെങ്കിൽ വിനീഗർ പോലുള്ള പ്രിസർവേറ്റീവ്സ് ചേർക്കുക. അതൊക്കെ കരളിന് ദോഷം ചെയ്യുന്നതായിട്ട് പൊതുവായിട്ട് പറയുന്നുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് ദോഷം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മുടെ പാരമ്പര്യ ഭക്ഷണ രീതി പിന്തുടരുകയാണെങ്കിൽ കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രം. ഇപ്പോൾ അംഗീകരിച്ചതാണ് പൊതുവെ അതിനശാസ്ത്രം. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നുണ്ട്? ഞാൻ ജയകൃഷ്ണൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാൻ ഒരു 2012 ലാസ്റ്റ് മുതൽ എന്റെ ഈ SGPT വളരെ കൂടുതലാണ്. അന്നൊരു 380 ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ അവർ പറഞ്ഞു ഫാറ്റി ലിവറിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി സ്കാൻ ചെയ്ത സമയത്ത് ലിവറിന്റെ സൈസ് കൂടുതലാണെന്ന് പറഞ്ഞു. അത് ഞാൻ കുറച്ചൊക്കെ എക്സസൈസിൽ കൂടെ ഒക്കെ കുറച്ചു അത്. പക്ഷെ ഇപ്പോഴും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടി തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ ഒരു 180 ആ ലെവലിലാണ് ഇപ്പോ. എന്താണ് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഞാനൊരു ഈ അർത്തോകോൾ എന്ന് പറയുന്ന ഒരു ടാബ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിയോൺ 400 ഇത് ഈ 2 അലോപ്പതി മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഡോക്ടർ പറഞ്ഞത് അസുഖത്തിനെ പറ്റി? എന്താണ് വല്ല നിർദ്ദേശങ്ങളും തന്നിരുന്നോ? ഡോക്ടർ പറഞ്ഞ ഫാറ്റി ലിവർ ആണെന്നോ പറഞ്ഞത്. അല്ല, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും പറഞ്ഞിരുന്നോ? അവര് എണ്ണയൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊഴുപ്പ് കൂടിയ സാധനങ്ങളൊക്കെ. ആയുർവേദ രീതിയാ പറയുകയാണെങ്കിൽ പൊതുവായിട്ട് കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. കൊഴുപ്പ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. എണ്ണ, നെയ്യ് പോലുള്ള ഭക്ഷണങ്ങൾ, വറുത്തു പൊരിച്ച സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നില്ലേ, അച്ചാറുകൾ, ആ രീതിയിലുള്ള, പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറ്, ഫ്ലേവറൊക്കെ ചേർന്നിട്ടുള്ള പാനീയങ്ങൾ, അത്തരത്തിലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക പ്രധാനമായിട്ട്. പിന്നെ വ്യായാമം ചെയ്യുക, നടക്കുന്നത് നല്ലതാണ്. ഫാറ്റി ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിമ്മിന് പോയി കഴിഞ്ഞാൽ ആ പോണ സമയങ്ങളിൽ ഇത് കുറയില്ല, നോർമൽ കണ്ടീഷനിൽ എത്തണ്ടേ, പിന്നെ അത് കൂടുകയാണ് ചെയ്യുന്നത്. മിതമായ വ്യായാമമാണ് ആയുർവേദം പറയുന്നത്. അമിതമായ വ്യായാമം വേണ്ട, മിതമായിട്ടുള്ള വ്യായാമം. അർദ്ധശക്തിയാ നിഷേവ്യസ് എന്ന് പറഞ്ഞാൽ പകുതി ബലം കൊണ്ട് ചെയ്യുന്നത്. വല്ലാതെ കായികമായിട്ടുള്ള അധ്വാനം ഈ ലിവർ ഡിസീസിൽ വേണ്ട, എങ്കിലും മിതമായിട്ടുള്ള നടത്തം നല്ലതാണ്. അതുകൊണ്ടാണ് നടത്തം എന്ന് പറയുന്നത് കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ വയറ് ക്ലീൻ ആക്കുന്ന രീതി പലതും ആയുർവേദത്തിലുണ്ട്, അതേപോലെ ലിവറിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലിവറിൽ പൊതുവേ ലിവർ ഡിസീസ് രോഗം വന്ന് ചികിത്സിക്കുന്നതല്ല ആയുർവേദത്തിൻ്റെ ഒരു സമീപനം. പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചികിത്സാ രീതി. അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുന്നതും ഈ ഓജസ്, ബലം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാരവിഹാരങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ വ്യായാമം ചെയ്യുക. വ്യായാമം ഓവറായിട്ട് അമിതമായി ചെയ്യാൻ പറയുന്നില്ല, ഒരു മിതമായിട്ടുള്ള വ്യായാമം. പ്രത്യേകിച്ച് രോഗികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിതമായിട്ടുള്ള, ഗർഭിണികൾ പോലുള്ള മിതമായിട്ടുള്ള വ്യായാമം ചെയ്യുക. പിന്നെ ത്രിഫല എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, നിത്യം കഴിക്കാൻ പറയുന്നുണ്ട്. പൊതുവെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ത്രിഫല, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, നിത്യരസായനം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ആഹാരത്തിൽ മിതമായിട്ട് ആഹാരം കഴിക്കുക, വിശപ്പുള്ളപ്പോൾ കഴിക്കുക, വേണ്ട ക്വാണ്ടിറ്റി കഴിക്കുക, ഹിതവും മിതവുമായിട്ടുള്ള രീതിയിൽ കഴിക്കുക, പോഷകമൂല്യങ്ങൾ എല്ലാം തികഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അങ്ങനെയൊക്കെയാണ് പൊതുവേ. നമുക്ക് കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ജയപ്രകാശാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയുക. ഹലോ ഡോക്ടർ, ഞാൻ
എനിക്ക് മറ്റേ കരളിന്റെ ഈ ഭാഗത്ത് നമ്മുടെ ആ കരളിന്റെ ഭാഗം വരുന്ന ഭാഗത്ത് ഭയങ്കര വേദന ചില സമയങ്ങളിൽ. ഓ അത് ചിലപ്പോ ഗ്യാസുള്ള കാരണം അങ്ങനെ വേദന വരാറുണ്ട്. ഗ്യാസ് ഉള്ളപ്പോ മാത്രമേ അങ്ങനെ വേദന വരുള്ളൂ. അപ്പൊ കുറച്ച് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ അത് കാരണം ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. പരിശോധിപ്പിച്ചിരുന്നോ ഏതെങ്കിലും വൈദ്യനെയോ? ഇല്ല, പരിശോധന ഒന്നും നടത്തിയിട്ടില്ല. ഒരു 37 വയസ്സ് കഴിഞ്ഞു. പരിശോധിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണ്ടേ നമുക്ക്, കരളിൻ്റെ ആണോ എന്താണെന്നുള്ള പരിശോധിച്ചാൽ ഒരു വൈദ്യനെ കണ്ട് പരിശോധിപ്പിക്കുക എന്താണെന്നുള്ളത്. പിന്നെ പൊതുവായിട്ടുള്ള കാര്യം മദ്യപാനം ഒഴിവാക്കുക. മദ്യപാനം നല്ലതല്ല, അത് കരളിനെ വളരെയധികം ക്ഷീണിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മദ്യപാനം കരളിൻ്റെ കോശങ്ങളിലേക്കൊക്കെ നാശം വരും, ക്രമേണ സിറോസിസ് ലിവർ പോലുള്ള കണ്ടീഷനിലേക്ക് വരും. അപ്പം മദ്യപാനം ആദ്യം നിർത്തണം, പുകവലി മദ്യപാനം പോലുള്ള അത് നിർത്തണം. എന്നിട്ട് ഒരു വൈദ്യനെ കാണുക. എന്താണ് അല്ല ഈ മറ്റേ ഗ്യാസ് ഉള്ള ടൈമിൽ മാത്രം അങ്ങനത്തെ വേദന വരും. അതെ, ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദ രീതി പ്രകാരം ദഹനരസങ്ങൾ കരളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അഗ്നിയുടെ ആസ്ഥാനമാണ് കരള്. അപ്പോൾ ആ അഗ്നിയുടെ കരളിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വൈകല്യം ദഹനക്കേട് ഉണ്ടാക്കും. അപ്പോൾ ഗ്യാസ് ഉണ്ടാക്കും, വയറിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ആൽക്കഹോളൊക്കെ അതിനെ ആക്കം കൂട്ടുന്ന സാധനങ്ങളാണ്, അസിഡിറ്റി കൂട്ടും. അപ്പോൾ ആൽക്കഹോൾ ഒഴിവാക്കണം കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്ന അസുഖമാണ്, അല്ലെങ്കിൽ ആയുർവേദത്തിലെ ചികിത്സ എങ്ങനെയാണ്? നമ്മുടെ ലിവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഈ കൊഴുപ്പ്, പിന്നെ ഗ്ലൂക്കോസ് ഇതിനെയൊക്കെ അതിനെ ശേഖരിച്ച് വെക്കുന്നൊരു ധർമ്മമാണ്. നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ സെഡൻറ്ററി ലൈഫാണ്. വ്യായാമം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൊഴുപ്പ് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ ഉൾക്കൊള്ളാൻ കരളിന് ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ ആ കൊഴുപ്പ് പാളികൾ കരളിൽ ഇങ്ങനെ അടിഞ്ഞ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയും. ട്രൈഗ്ലിസറൈഡ്സ് പാളികൾ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഫർദറായിട്ടുള്ള കരളിൻ്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയും. ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടി ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ സത്യനേശൻ, തിരുവനന്തപുരത്ത് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് രണ്ട് ചെറിയ സംശയങ്ങളാണ്. ഒന്ന്, ഈ ലിവർ സിറോസിസും ലിവർ ക്യാൻസറും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഉള്ളത്, ഈ ലിവർ സിറോസിസ് ബാധിച്ചാൽ എത്ര ശതമാനം ആൾക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് വിരളമായിട്ടുള്ളതെന്ന് എനിക്കറിയാം എന്നുള്ളതാണ്. ഉത്തരം പറഞ്ഞു പ്ലീസ്. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ കോശങ്ങൾ ഒരു ഫൈബ്രസ് നേച്ചറായിട്ട് എൻ്റെ കോശങ്ങളുടെ പ്രവർത്തനശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. വയറ്റിലൊക്കെ നീർക്കെട്ടുണ്ടാവും, കാലിൽ നീർക്കെട്ടുണ്ടാവും. അത് വളരെ ഒരു ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്റ്റേജാണത്. അതിൽ നിന്നും വളരെ അവസാന ഘട്ടത്തിലേക്കാണ് ലിവർ ക്യാൻസറായിട്ട് മാറുക. അപ്പോൾ ഈ ലിവറിൻ്റെ ഏത് അസുഖങ്ങളും നമ്മൾ ചികിത്സിക്കുക, ഈവൻ ഹെപ്പറ്റൈറ്റിസ് പോലും, ചില ഹെപ്പറ്റൈറ്റിസ് ചികിത്സിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ലീഡ്സ് ടു ക്യാൻസർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ലിവറിൻ്റെ അസുഖങ്ങൾ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അരുചി, ഛർദി, ക്ഷീണം, തലവേദന, കണ്ണുകൾ താഴെ ഇങ്ങനെ കറുപ്പ്, അങ്ങനത്തെ ലക്ഷണങ്ങളെ തുടക്കത്തിൽ കാണുകയുള്ളൂ. അത് ചിലപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള മരുന്നുകൾ കഴിച്ചാൽ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അത് ലിവറിനായിട്ട് നമ്മൾ സംശയിക്കില്ല. ലിവറിൻ്റെ അവസാന സ്റ്റേജിൽ അപ്പോഴത്തേക്കൊക്കെ അത് നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ലിവർ ഡിസീസാണെന്ന് മനസ്സിലാക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ ചികിത്സിച്ച് മാറ്റാവുന്ന സ്റ്റേജൊക്കെ വളരെ പരിമിതമായിട്ടുള്ളൊരവസ്ഥ. അപൂർവം ചിലർക്ക് ഇത് മാറി വന്നിട്ടുള്ളതായിട്ട്, വളരെ അപൂർവമാണ് മാറി വന്നിട്ടുള്ളതായിട്ടൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനിപ്പം ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ചോദിച്ചത്, എത്ര ശതമാനം വരെ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് പോകുകയുണ്ടോ? അല്ലാതെ അത് ശരിക്കും ഒരു വൈദ്യനെ കണ്ട് നമ്മൾ ഒരു പരിശോധനയിൽ കൂടി നിർണ്ണയിക്കേണ്ട കാര്യം. കാരണം അതിൻ്റെ പല ഘട്ടങ്ങളുണ്ട്, ലിവർ ഡിസീസിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ ആയുർവേദത്തിൽ ഓരോ രീതിയിലുള്ള ചികിത്സകൾ ഉണ്ട്. നമ്മളൊരു വിദഗ്ധനായിട്ടുള്ള ഒരു വൈദ്യനെ നേരിട്ട് കണ്ട് നിർണ്ണയിക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു സർ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് അനീഷ് കുമാർ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അടൂന്ന് വിളിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് സാർ. സാർ എൻ്റെ പേര് അനീഷ് എന്നാണ്. പറയൂ. ഞാൻ അടൂന്ന് വിളിക്കുകയാണ് സാർ. ഞാനിപ്പോൾ എൻ്റെ കൈയുടെ ഒരു ഓപ്പറേഷന് വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ SGPT ഇച്ചിരി കൂടുതലാണ് കാണിക്കുന്നത്. എനിക്ക് 78 കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളൊന്നും അല്ല. വല്ലപ്പോഴും കാണും ഒരു ബിയറോ അങ്ങനെ കഴിക്കും, മാസത്തിലാണ് ഒരു ദിവസം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പുകയില സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ലേ. അപ്പൊ എനിക്ക് ഇതുകൊണ്ട് വേറെ വല്ല പ്രശ്നങ്ങളോ വല്ലതും? SGPT അത് ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമിൻ്റെ, അപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയ വൈകല്യം ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇപ്പോൾ ബിയറൊക്കെ കഴിക്കുമ്പോൾ അത് ബിയറൊന്നും കഴിക്കുന്നത് നല്ലതല്ല. ഒരു മദ്യം ഞാനത് സാറേ അത് കഴിക്കുന്നത് മാസത്തിലെങ്ങാനും ഒരെണ്ണോ അങ്ങാനും അത്രേ ഉള്ളൂ. അല്ലാതെ സ്ഥിരം കഴിക്കുന്നു എന്നല്ല പറഞ്ഞു. മദ്യപാനം കൊണ്ടല്ലാതെയും ലിവർ ഡിസീസ് വരാറുണ്ട്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളെ കൊണ്ടും ലിവറിന് അസുഖങ്ങൾ വരാറുണ്ട്. ഓക്കെ. പിന്നെ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് B വന്നിരുന്നു. അതെ അതെ അതെ. അത് ചികിത്സിച്ചിരുന്നില്ലേ അന്ന്? അന്ന് ചികിത്സിച്ചിരുന്ന ഞാൻ പച്ചമരുന്നാണ് കഴിച്ചത്. ചാത്തന്നൂരിൽ നിന്നാണ് മരുന്ന് കഴിച്ചത്. അതെനിക്ക് പൂർണ്ണമായിട്ടും മാറിയിരുന്നു. അതിന് ശേഷം ഞാൻ ഇപ്പൊ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളെ കൊണ്ട് വരാം. വ്യായാമം ഇല്ലായ, പിന്നെ ഈ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതുകൊണ്ട് കൊളസ്ട്രോളും ചെറുതായിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തോ എനിക്ക് ഇത് വരാൻ കാര്യം എന്തെന്ന് അറിയില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്നുകൾ കഴിക്കുക, മരുന്നുകളുടെ അമിത ഉപയോഗം, നമ്മൾ സ്വയം മരുന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ ലിവറിനെ ബാധിച്ച് കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഡോക്ടറെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് മുഴുവൻ. കണ്ടിരുന്നോ ഡോക്ടറെ? ഞാനിപ്പം മിനിഞ്ഞാന്നിപ്പം കൈയുടെ ഓപ്പറേഷൻ വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്തു സാർ 2 ദിവസം മുമ്പ്. അപ്പോഴാണ് ഇത് ഇങ്ങനെ അറിയുന്നത്. അല്ലെ നേരത്തെ അറിഞ്ഞല്ലേ. ഇതിപ്പോ 2 ദിവസമായത്. ലിവറിന്റെ ചെറിയൊരു പ്രവർത്തന വൈകല്യം കാണുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ഒരു ഡോക്ടറെ കാണുക കേട്ടോ. അടുത്തുള്ള ഡോക്ടറെ കണ്ട് നിർദ്ദേശം തേടുന്നത് ഉചിതമായിരിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന കരൾ രോഗങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ കരൾ രോഗങ്ങൾ ഈ ഗർഭിണികളിൽ നിന്ന് കുട്ടികൾക്ക് രോഗങ്ങൾ കിട്ടുന്നതായിട്ട് ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സിറിഞ്ച് ഉപയോഗിക്കുക, അങ്ങനെയുള്ള അവസ്ഥകളിൽ. പിന്നെ ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഈ ലിവർ വേണ്ട രീതിയിൽ പാകം വരാൻ താമസമുള്ളപ്പോൾ ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, അവരൊക്കെ അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് തനിയെ മാറും. അപ്പോൾ പണ്ട് കാലത്ത് ഗർഭിണികളുടെ വ്യായാമം, പിന്നെ അതുപോലെ വെയിൽ കൊള്ളുക, ഇതിനൊക്കെ കുറേ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്രമേണ അങ്ങനെ അത്തരത്തിലുള്ള AC റൂമിലിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഗർഭിണിയുടെ ചര്യകൾ കുഞ്ഞിൻ്റെ ലിവർ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഘടകമാണ്. അപ്പോൾ അങ്ങനെ ആ ഗർഭകാലത്ത് തന്നെ ശ്രദ്ധിക്കാതിരുന്ന പല കുട്ടികൾക്കും ലിവർ ഡിസീസ് വരുന്നതായിട്ട് കാണാം. കാരണം ആയുർവേദ സിദ്ധാന്ത പ്രകാരം അമ്മയിൽ നിന്നാണ് ഈ യകൃത്ത് എന്ന് പറഞ്ഞ അവയവം രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ആ ഗർഭകാലത്ത് ഉള്ള ചര്യകൾ വളരെയധികം പ്രാധാന്യമുണ്ട്. ആ സമയത്തുള്ള ശ്രദ്ധ, പരിചരണം, അതിൽ കൂടുതൽ ഈ ആധുനിക കാലത്ത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് സാർ പറഞ്ഞു. പക്ഷേ അതിന് ചികിത്സ എങ്ങനെയാണ് ആയുർവേദത്തിൽ? ഫാറ്റി ലിവറിന് ആയുർവേദത്തിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കൊഴുപ്പുള്ള സാധനങ്ങൾ വർജിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, പിന്നെ വ്യായാമം, പിന്നെ നമുക്ക് കുറേ മരുന്നുകളുണ്ട് ഈ ലിവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള. അപ്പോൾ ലിവോകോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നുണ്ട്. കീഴാർനെല്ലി ബേസ് ആയിട്ടുള്ള മരുന്നാണ്. പടവലഗഡ്രോണി കഷായം, ദ്രാക്ഷാദി കഷായം, അങ്ങനെ ഒരുപാട് സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ദ്രാക്ഷാദി ലേഹം, ദശമൂലഹരിതകി ലേഹം, അങ്ങനെയുള്ള ഒരുപാട് സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ കീഴാർനെല്ലി ഒരു പ്രധാന, മഞ്ഞപ്പിത്തം സമം കീഴാർനെല്ലി എന്ന് നമ്മൾ സാധാരണ ഒരു പറയാറുണ്ട്. മഞ്ഞപ്പിത്തം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ മഞ്ഞപ്പിത്തത്തിൽ ഈ ബിലിറൂബിൻ്റെ അളവ് കുറയ്ക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ കടുകുരോഹിണി എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്. അത് ഈ വൈറൽ ബാധ കൊണ്ടുള്ള അസുഖങ്ങളെ കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മഞ്ചട്ടി എന്ന് പറഞ്ഞിട്ട് വേറൊരു മരുന്നുണ്ട്, അണുബാധയെ കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബ്രഹ്മി, പർപ്പടകപ്പുല്ല്, കിരിയാത്ത, ഈ തവിഴാമ, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ ഈ തവിഴാമയൊക്കെ ഈ വീക്കം കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട്. പിന്നെ വയറിൽ വീക്കം ഉള്ള, ഈ വയറിൽ ചില അസൈറ്റീസിലൊക്കെ വീക്കം ഉണ്ടാവും. അതിൽ ഈ ആവണക്കെണ്ണ ചൂടാക്കി എരിക്കിൻ്റെ ഇല വെച്ച് കെട്ടി, അങ്ങനെ ഒരു ചികിത്സാ രീതിയുണ്ട്. പിന്നെ ഈ അസൈറ്റീസ്, ഈ മഹോദരത്തിൽ ചെറുപഞ്ചമൂല കഷായം, ആവിൽത്തോലാദി ഭസ്മം എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അത് ചെറുപഞ്ചമൂല കഷായത്തിൽ കഞ്ഞി വെച്ചിട്ട് കഴിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മരുന്നുകൾ
ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഡോക്ടർ സമയം ഇവിടെ പൂർണ്ണമായി. ഈ കരൾ രോഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തന്നതിന് നന്ദി.